ഇറക്കി വിടും. ഇറങ്ങിക്കോളും. വേഗം കയറി, പിള്ളേർ കാത്തുക്കണ്ട നോക്കട്ടെ. 14 ബില്യൺ ആയിട്ട് നിന്നെ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും സങ്കടമായിരിക്കും. അതുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യോ, ഹായ് എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൻവിക്ക് ചെറിയൊരു ഉഷാറ് കുറവുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, 2 ദിവസമായിട്ട് പനി വന്നതിനും ഇപ്പെല്ലാം പോയി. ഇപ്പൊ ക്ലിയർ ആയി കേടാ. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇങ്ങനെ മിണ്ടാത്തേ, ക്ലിയർ ആയിട്ട് പോകാൻ ആ പഴയ മൂഡിലേക്ക് വന്നില്ല കേട്ടാ. അതിൻ്റെ അതൊരു ചെറിയൊരു സ്വാഗതത്തിനൊരു ഉഷാറ് കുറവ്. ഇപ്പം പനിയൊന്നുമില്ല, പനിയെല്ലാം പോയിന്. പക്ഷേ ചെറിയൊരു 2 ദിവസമായിട്ട് ആ പനി വന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അവന് ഒരു ചെറിയ ക്ഷീണക്കുറവ് ഉണ്ടായിരുന്നു. 2 ദിവസം നല്ല പനി ഉണ്ടായിരുന്നു. എല്ലാം മാറി, ഇപ്പം ഒന്ന് ഉഷാറായി വരുന്നുണ്ട്. അല്ലടാ, ഒന്ന് ചിരിക്കലും ചെയ്യടാ. നീ ഇങ്ങനെ മൂകനായിട്ടിരിക്കലടാ. വേണ്ട, ഇല്ലെങ്കിൽ ഇവനപ്പാട് കിടന്ന് ഉറയും കളിയും. എവിടെയെങ്കിലും ഒരു സമയം കിട്ടും ഇപ്പാട് പോയി ഉറങ്ങല. അതുകൊണ്ട് പിന്നെ ഞാൻ അപ്പാട് വിളിച്ച് ഇങ്ങോട്ടേക്ക് ഇരുത്തിയ കുറേ. അപ്പോൾ എന്നെ വീണ്ടും കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. ആ വീഡിയോ ഫുള്ള് കാണാത്തവരാന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് കമന്റിൽ ഇങ്ങനെ എനിക്ക് ഹാപ്പി ജേണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് 5 ദിവസത്തേക്ക് മാത്രം പോകുന്നതാണ്, പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് കോഴിക്കോട് വരെ പോകേണ്ടതുണ്ടായില്ല, പക്ഷേ ജോലിയെ ബന്ധപ്പെട്ടിട്ട് പോകേണ്ടി വന്നതാണ്. പെട്ടെന്ന് വിളിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടൊന്ന് പോകേണ്ടി വന്നതാണ്. ഒരു 5 ദിവസത്തേക്ക് പോകുന്നതാന്ന് പറഞ്ഞാൽ ഞാൻ പോയിനി. ഞാൻ പറയുകയും ചെയ്തു അടുത്ത വീഡിയോ മിക്കവാറും ഞാൻ വന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനേതായാലും വന്നിട്ടുണ്ട്. എന്തായാലും കുറച്ച് ദിവസം കൂടി ഉണ്ട്, ഒരു 1-2 ആഴ്ചയും കൂടി ഏകദേശം നാട്ടിലുണ്ട് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ പോവും, ശരിയായ പോക്ക്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ മൊത്തത്തിൽ പനിയാണ് കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ വീഡിയോ ഇടില്ല. മൊത്തത്തിൽ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാവക്കടക്കം പനി വന്നുപോയി. കുഴപ്പമൊന്നുമില്ല, ഇപ്പം എല്ലാവരും ഓക്കെയാണ്. അൻവിക്കും വന്നതിനും, അൻവിക്ക ഫസ്റ്റ് വന്ന്, അൻവി ഇപ്പോൾ ഓക്കെ ആയി. ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ക്ഷീണമുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടല്ലോ വെൽക്കലം പറയുമ്പോൾ. പക്ഷേ എങ്ങനെയെങ്കിലും ഒരേ കടുത്ത ഒഴിവാക്കേണ്ടിയിട്ടാട്ടോ പിടിച്ചിട്ട് ഞാൻ വെൽക്കലം പറയിപ്പിച്ചേ. ഇല്ലെങ്കിൽ ഒരേ കടുത്തം കിടക്കുന്നത്, മര്യാദക്കൊന്നും ഭക്ഷണം കഴിക്കുന്നില്ല, അതാ പ്രശ്നം. ഇപ്പം പനിയെല്ലാം കുറഞ്ഞു. അപ്പം നമ്മൾ കൂട്ടത്തിലൊരു സന്തോഷ വാർത്തയും കൂടി പറയണമെന്നുണ്ട്. നമ്മളെ ഫാമിലി അങ്ങനെ എന്താണേ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഫാമിലി അങ്ങനെ ഫാമിലി ഞാനും വന്നാ പറയുന്നത്. സൗണ്ടില്ല, സത്യമാ അല്ലേ? അങ്ങനെ നമ്മുടെ ഫാമിലി 14 മില്യൺ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ ഭയങ്കര സന്തോഷം. അതിന് എന്താ വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് എല്ലാരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു കേക്ക് കട്ടിങ് എല്ലാ പ്രാവശ്യവും ചെയ്യല്. നമ്മള് ഒരുമിച്ച് കഴിഞ്ഞാൽ ഞാനേ ഇല്ലാണ്ട് കേൾക്കും. പക്ഷെ ഇപ്രാവശ്യം അവിടെയോ ഇവിടെയോ ഓളെ വീട്ടിലും എന്താ പറയണ്ട, എല്ലാം കൂടി തിരക്ക് ഫുള്ള്. പിന്നെ ചെറിയ ദിവസത്തിനുള്ള കുറേ പരിപാടികൾ വേറെയുണ്ട്. കുട്ടീന്റെ 28ന്റെ പരിപാടി ഉണ്ട്. 28 കെട്ടുന്നുണ്ടല്ലോ നിങ്ങളെ കാടെല്ലാം പറയാം. നമ്മള് പാല് കൊടുക്കൽ എന്ന് പറഞ്ഞതിനകത്ത് കുറച്ച് ആൾക്കാർ കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് മനസ്സിലാവാത്ത കുറെ ആൾക്കാരുണ്ട്. നമ്മള് പാല് കൊടുക്കൽ എന്ന് പറയുന്നതും, നൂലുകെട്ട് എന്ന് പറയുന്നതും, പേര് വിളിക്കൽ എന്ന് പറയുന്നതും, പിന്നെ 28 കെട്ട് എന്ന് പറയുന്നതും എല്ലാം ഒരേ സാധനത്തിന് തന്നെ കേട്ടാ. ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഏതാ സംഭവം പറയുന്നതെന്നല്ല നമുക്കറിയില്ല. നമ്മള് തൽക്കാലം അതെല്ലാം കൂടി പറയാം. നിങ്ങളതിൽ ഏതാന്ന് വെച്ചാൽ എടുത്തോ. പേര് വിളി കേട്ടാ, പേര് വിളിക്കാതെ നമ്മള് ശരിക്കും ഇവിടെ കുട്ടീനെ പാല് കൊടുക്കൽ എപ്പാന്നാ ചോദിക്കുക. പാല് കൊടുക്കൽ എന്നാ പറയില്ലേ നമ്മള് സാധാരണ പൊതുവെ നമ്മൾ ഈ ഏരിയയിൽ അങ്ങനെയാ പറയില്ല കേട്ടാ. പാല് കൊടുക്കൽ എപ്പാന്നാ പറയാ. അതായത് 28 അതിന് തന്നെയാന്ന് പറയുന്ന സംഭവം. അന്നാന്ന് പേര് വിളി. ഒന്നും പ്ലാനൊന്നും ചെയ്തില്ല. ചെറിയ രീതിയിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ സാധാരണ പാല് കൊടുക്കലിനെ, അതായത് വേറെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ല. എന്നാലും കുറച്ച് ആൾക്കാരെല്ലാം വിളിച്ച് ഞാനും കൂടി സാധാരണ ഒരു ചടങ്ങേ ഉള്ളൂ, അല്ലാണ്ട് അതിന് വലിയ സംഭവമൊന്നുമില്ല. സാധാരണ വിളിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാരും കൂട്ടിയിട്ട് ഒരു ചടങ്ങ് പോലെ നടത്തുന്നത് അത്ര തന്നെ. അവരിപ്പം അവരെ വീട്ടിലാണ് ഉള്ളത്. ഓളിപ്പോ ഓളെ വീട്ടിലാണ് ഉള്ളത്. നമുക്കിപ്പം വീഡിയോ എന്തായാലും നിങ്ങൾക്ക് അത് കാണിക്കണമല്ലോ, നമ്മളത് ചെയ്യുമല്ലോ, ഇടുമല്ലോ, ഉറപ്പാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനേതായാലും അന്നത്തെ ദിവസം ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടും. കാരണം നമ്മളെ വീഡിയോസും നമ്മളെ കാര്യങ്ങളെല്ലാം കൂടുതലും നമ്മളെ ആ ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടായാലും. പിന്നെ എനിക്കൊരാഗ്രഹം വീട്ടിൽ നിന്ന് തന്നെ പാല് കൊടുക്കണം എന്നല്ല ഉള്ള. എൻ്റെ എന്ത് ഒലക്കേ വലിയ ആഗ്രഹമാണെന്ന് ആരും കമന്റ് ഇടരുത്. അങ്ങനെ ഒരു ആഗ്രഹം, ആ ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ തൽക്കാലം അന്നത്തെ ഒരു ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ ആക്കണം എന്നല്ലാന്ന് മനസ്സിലാഗ്രഹമുള്ളത്. ഒന്നും തീരുമാനിച്ചില്ല. അടുത്ത വീഡിയോ മിക്കവാറും അതായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാം എന്നാ ഞാൻ ഫൈനൽ ചെയ്തതെന്നുള്ള.
പക്ഷെ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ് എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ 14 മില്യൺ നമ്മുടെ ഫാമിലി ഒരു 14 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ആ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതല്ല, ഇവക്കിന്ന് ജോലിക്ക് പോകണം, ഇവിടെ ഒന്ന് കൊണ്ടാക്കണം, വീട്ടിൽ കൊണ്ടാക്കണം, ആടുന്ന് ബസ് കയറ്റി വിടണം. ഇനി ഏടിങ് ഇറക്കി വിട്ട് കഴിഞ്ഞാല് ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ അടുത്ത പരിപാടിയാണ് മെയിൻ പരിപാടി. അടുത്ത പരിപാടി നേരെ തിരിച്ചിട്ട് തിരിക്കുന്നു വീട്ടിലേക്ക്. നമ്മളൊരു സ്കൂളിലേക്ക് പോകാം. അതല്ല, വേറൊരു പരിപാടി എന്താന്ന് വെച്ചാൽ വലിയ പരിപാടി കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പണ്ട് പഠിച്ച സ്കൂളിലേക്ക് ഒന്ന് പോവാൻ ഒരു ചെറിയൊരു പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് പോയിക്കൊണ്ടിരിക്കലാണ്. അപ്പൊ പിന്നെ ഞാൻ വികാരഭരിതനായിക്കൊണ്ട് ആടെ എന്തോ കൊല്ലങ്ങൾക്ക് മുന്നേ ഞാൻ നമ്മളെ നാട്ടിലെ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആടെയാണ് ഞാൻ പഠിച്ചത് കേട്ടോ, 8, 9, 10. അപ്പൊ അവിടെ പോയത്. അപ്പൊ ആ സ്കൂളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ടീച്ചർ ഉണ്ട് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ടീച്ചർ എനിക്ക് എന്നെ കുറച്ച് ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് ഒന്ന് വരണം, നമുക്ക് ഒന്ന് കുട്ടികളുമായിട്ടൊന്ന് സംവദിക്കാൻ നിങ്ങളൊന്ന് വരണം എന്നെല്ലാം പറഞ്ഞ്. സംവദിക്കാൻ നന്നായി പറയാൻ ഇംഗ്ലീഷിൽ എന്താ പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. വേറെ കാര്യമായിട്ട് പരിപാടിയോ അങ്ങനെ വേറെ പരിപാടിയോ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ വെറുതെ ഒന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്, പിന്നെ വെറുതെ ഒന്ന് സ്കൂളെല്ലാം കാണുന്നത്, ടീച്ചർമാരെല്ലാം ഒന്ന് കാണുന്നത്, കുട്ടികളെല്ലാം ഒന്ന് കാണുന്നത്, തിരിച്ചു വരുന്നു. അത്രേ ഉള്ളൂ. ഇവൻ പോയത് ആടെയുള്ള ഹെഡ്മാഷിന് പോലും അറിയില്ല ഇവൻ എവിടെ ആടെ പഠിച്ചിനോ ഇല്ലയോ. PC വാങ്ങാൻ വരെ ഇവൻ പോയില്ല. ആരുടെ പറഞ്ഞു വിടുകയത് ആരും ഇവിടെ ചെങ്ങ എന്തെങ്കിലും കൂടി വേണം. ആദ്യത്തെ ദൗത്യം നമ്മളിത് നിർവഹിക്കാൻ പോവുകയാണ്. ബസ് ടിക്കറ്റ് എടുത്തല്ലോ കേറിക്കോളൂലേ. ശരി, ഒക്കെ പോകേണ്ടത് വേറെ റൂട്ടിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂട്ടായിന്. അല്ലെങ്കിൽ നമ്മളൊന്ന് ചെന്ന കൂട്ടിയിട്ട് പോയി കട ഇറക്കാൻ മതിയായിരുന്നു. നമ്മൾ പോകേണ്ടത് കണ്ണൂർ റൂട്ട്. ടൈമായി. ഓക്കെ, ഇന്ന് ബസ് ചെയ്യുന്ന ലാഭം. കൊറേ ടാറ്റെന്ന് പറയണ്ട, ഇരുന്ന് ഈ ടാറ്റ കുറച്ചൊരു എടുത്തുമ്പില് പോകുന്നത് ഒരു 10 കിലോമീറ്റർ അപ്പുറം. ഇതാ വണ്ടി നൈസാണല്ലോ. ഈ വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന ഇത് കാണിക്കുമ്പോ നമുക്ക് മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള മറ്റേ ഒരു ട്യൂണില്ല, പഴയ ട്യൂൺ, നല്ല രസമുണ്ട്. കൂടാളി ഞാൻ പണ്ട് പഠിച്ചതുപോലെ അല്ല കേട്ടോ. ഇപ്പൊ മൊത്തം മാറി, സ്കൂളൊക്കെ കുറെ മാറി. പണ്ട് വന്ന സ്കൂള് മാറി. ഐ ലവ് കൂടാളി. ഉള്ളിൽ കയറ്റാം. പാർക്കിംഗ് പറയുന്നല്ലോ, വലിയ ഗ്രൗണ്ട് അല്ലേ, ഗ്രൗണ്ടിലങ്ങ് വെക്കാന്നല്ലാണ്ട് വെക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് സുഹൃത്തുക്കളെ, ഞാൻ പഠിക്കുമ്പോൾ ഓടൊക്കെ ഇട്ടിട്ടുള്ള നടക്കിയിട്ടുള്ള സ്കൂളായിരുന്നു. ഓടിട്ട വാക്കും കുറച്ച് ബാക്കിയുണ്ട്. ഇന്ന് ലീവാണോ? ക്ലാസ് നടന്നുകൊടുക്കലാത് ലീവ് വന്ന് അങ്ങനല്ലേ, പരിചയക്കുറവാണ്. സ്കൂളിൽ വന്നിട്ടല്ലേ. ഇവിടെ വന്നിരുന്നിട്ടുണ്ട് കുറച്ച് സമയം. ടീച്ചറെല്ലാം വന്നിട്ട് സംസാരിക്കുകയും ചെയ്ത്, പണ്ട് പഠിപ്പിച്ച ടീച്ചർമാരുള്ള ഇവൻ ഏത് 10ാം ക്ലാസ്സാണ് പഠിച്ചിന്, മുടി എല്ലാം ഇവൻ പഠിച്ചിന്. ഓരോ ടീച്ചർ ഓർമ്മയുണ്ടോ ഇതുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇവ ഇങ്ങനെ നോക്കുന്നത്. ദൈവത്തിന് അറിയാം ഇത് മൊത്തം ഇവൻ പോളാക്കും. എനിക്ക് ഇപ്പം പിടുത്തം കിട്ടുന്നില്ല, എന്തിനാ വന്നത്, സത്യം എന്തിനാണ് വന്നത് നീ. ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കലാട്ടോ മാഷ് വരുമെന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ ഓഫീസിൽ ഇങ്ങനെ ഇരുന്നിട്ടാണല്ലേ, പിള്ളേരൊന്നും പുറത്തിറങ്ങിയില്ല. ഞാൻ വെച്ച് ഇന്ന് ക്ലാസ് ഇല്ലാത്തതാണ്. നോക്കുമ്പോൾ ഉണ്ട്, അങ്ങനെ കാണുന്നുണ്ടല്ലേ ഉള്ളതാ. എനിക്കറിയാം, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് സ്കൂളിൽ വരുന്നതല്ല. ഒരു എന്താ പരിപാടിയും സത്യം തന്നെ അറിയുന്നില്ല. നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് നമ്മളിനി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഇവിടെ വന്നിട്ട് പറയാൻ പറ്റുന്നുണ്ട് എന്നാണെന്നറിയില്ല. നോക്കാം എന്ത് ഇട്ടാ ഇവിടത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. CCTVയിൽ കാണിച്ചു തരാം കേട്ടാ. പിള്ളേരിൽ ഇതാ ഓടിയിട്ട് പോകുന്നു, ഇവിടുന്ന് വരുന്നുണ്ട്. അപ്പം നേരെ നമ്മളിതാ ഓരോരുത്തർ മാറി ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ വല്ലക്ക
ഓക്കെ തിരുവല്ല നമുക്ക് നോക്കാം. നമുക്ക് ഏതായാലും ഇവിടെ തന്നെയാണോ പോകുന്നതെന്നുള്ള. നമ്മൾ ഇവിടുന്ന് CCTV നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായിട്ടാ. ആടെ പിള്ളേരെ എണ്ണം കൂടിയും വരുന്ന കാണുന്നുണ്ട്. എനിക്കിതെല്ലാം കാണുമ്പോൾ ടെൻഷൻ അടിക്കുന്നു. ഇതുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞിട്ടാ. അതന്നെ ആയിരിക്കും. കാരണം ഇപ്പം അവിടെ ഇങ്ങനെ ഒരു ഹാളിൽ ഇരുത്തിക്കണ്ടെങ്കിൽ അച്ഛനായ സന്തോഷ വാർത്തയിൽ ഞാൻ ഇതിനെ കൂടെ കണ്ട് കാണാനുണ്ട്. ഇപ്പം ഒരു കുട്ടികളെ പോലെ നീണ്ട് രണ്ടാളും വലിയ ഒരു ഡാൻസ് പ്രാക്ടീസ് എല്ലാം നടക്കുന്നു കേട്ടോ. അതോ ഇതിൻ്റെ ഉള്ളിൽ ഇവനെയും വെയിറ്റ് ചെയ്തിട്ട് പൂർവ്വ വിദ്യാർത്ഥിനെയും വെയിറ്റ് ചെയ്തിട്ട് പിള്ളേർ ഇരിക്കുന്നുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് വീഡിയോഗ്രാഫർ മാത്രമാണ്, ഞാൻ ഡ്രൈവറാണ്. ഞാൻ പറഞ്ഞല്ല, നീ വിട്ടോ, നീ നടന്നോ വിട്. ഫോണല്ലേ പിന്നെ എടുക്കാം, അവിടെ വെക്ക്, വേഗം കയറി. പിള്ളേർ കാത്തു വെക്കണ്ടോ നോക്കട്ടെ. ബ്രദേഴ്സാണ്. വന്നപ്പോൾ നിങ്ങളിലുണ്ടായ ആ ഒരു സന്തോഷവും കൈയടിയും കൊണ്ട് നമുക്ക് മനസ്സിലാവും അല്ലെ. ഒരുപാട് വീഡിയോസ് നമ്മളവിടെ ദിനംപ്രതി നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ കാണുന്നവരാണ് അല്ലെ. അവരെ കുറിച്ചൊക്കെ കൂടുതൽ പരിചയപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല അല്ലെ. എല്ലാവർക്കും വളരെ നല്ലോണം അറിയാം. അതുകൊണ്ട് കുഞ്ഞാലി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങൾ രണ്ടുപേരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ശബ്ദം ഉണ്ടാകാറില്ല. അവർ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനുള്ള സാഹചര്യമുണ്ട്. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, അവർ നിങ്ങളോട് സംസാരിക്കും. നമ്മളിവിടെ വരുന്നത് നിങ്ങളെപ്പോ നിങ്ങളാ ഇപ്പോ ഞാനല്ല. ഇത് നമ്മള് മൊബൈലിൽ ഇങ്ങനെ ഓർഡറെടുക്കാൻ വേണ്ടി ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല. ഇങ്ങനെ ഒരു ഏരിയയിൽ വന്നിട്ട് സംസാരിക്കാനുള്ളത്. പക്ഷെ എനിക്കിപ്പോ കുറച്ചെങ്കിലും ധൈര്യം ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയത് ആ ഒരു രോഗം ഉണ്ടാകും. കാരണം അധികമൊന്നും സംസാരിച്ച് ശീലമില്ലാത്ത ഒരാളാണ് ഞാൻ കുറച്ച് കാലം മുമ്പ് വരാം. പെട്ടെന്ന് സംസാരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, പണ്ട് മുതലേ ഇല്ല. പക്ഷെ ഇത് തുടങ്ങിയ ഈ ബ്ലോഗ് തുടങ്ങിയ ശേഷമാണ് എനിക്ക് കുറച്ച് കിലോമീറ്റർ മാറുമെന്ന് പറയാനുള്ളൊരു ഒരു സംഘടിപ്പിക്കുക. ഈ വീഡിയോ ഇടുന്നോ? ബ്ലോഗ് മാത്രമായി പോയത്, പഠനം കൂടി വേണം. പഠിച്ച് ആദ്യം ഒരു സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുക. ഓക്കെ, പാട്ടുപാടേ എല്ലാവരും അവിടെ ഇരിക്കും.
കൊടുത്തു നീ എല്ലാവരും ഫോട്ടോഗ്രാഫ് എന്താ വേണ്ടത്? പഠിക്കുക പോരെ. അതിലൂടെ വിടാം അതിലൂടെ വിടാം. വീഴല്ല 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 ആ വീഴല്ല വീഴല്ല വീഴല്ല. ആ ഓക്കെ ഓക്കെ. ആണ് മതിയാണ് മതിയാണ് പോട് 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 പോട്. എടാ അടുത്ത ആഴ്ച വരുന്നുണ്ട്. ഇങ്ങനെ പോയി ക്ലാസ് പോ ക്ലാസ് പോ ക്ലാസ് പോ ക്ലാസ് പോ. ക്ലാസ് പോടാ ക്ലാസ് പോടാ. എടാ വീഡിയോ നിങ്ങൾ വീഡിയോ ഉണ്ട്. ക്ലാസ് പോടാ ക്ലാസ് പോടാ. ആ അങ്ങനെ വരുന്നുണ്ട്. ആ വരുന്നുണ്ട്. ആ അത് മതിയടാ മതിയടാ ക്ലാസ് പോടാ ക്ലാസ് പോടാ. നമ്മളിതാ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ക്ഷീണിച്ചു പോയി. വളരെ നല്ല ഒരു അനുഭവമായിരുന്നു ഇന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞത്. നമ്മളെ 14 മില്യൺ എങ്ങനെ ആഘോഷിക്കൂ എന്നുള്ളൊരു ഈലേൻ നമ്മളുടെ ആഘോഷത്തിനേക്കാൾ അപ്പുറം വേറെ എന്തെല്ലോ ഒരു ഇത് കിട്ടിയ പോലെ ഒരു ഫീൽ ആയി കേട്ടോ ഇത്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടി. ഇവൻ പഠിച്ച സ്കൂളിൽ നിന്ന് അങ്ങനെ കിട്ടുമോ നമുക്കൊന്നും ഇവരെ എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞ് കിട്ടിയോ. ഏതൊക്കെ ടീച്ചർമാർക്ക് അറിയണ്ടേ ഞാൻ എവിടെയാ പഠിച്ചിരുന്നു ഇപ്പൊ ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവരിവിടെ പഠിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യമാണ് ചെയ്യണ്ടേ. ഒന്നുമില്ലെങ്കിൽ മിനിമം അലമ്പൊന്നും കളിക്കണം നല്ല രീതിയിൽ. ഇത് അതും ഇല്ല. നല്ലൊരു ഏവറേജ് പോയോണ്ട് ആർക്കും അറിയില്ല ആരുടെ പണ്ട് പഠിച്ച സ്കൂള് എല്ലാം കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അത് ഇങ്ങനെ ഒരു അവസരത്തിൽ പോകാൻ പറ്റിയത് അതിനെക്കാട്ടും വലിയ ഭാഗ്യം. 14 മില്യൺ ആയതിന്റെ സന്തോഷം അതിലും വലിയ ഭാഗ്യം. എന്തോ അടിപൊളിയാണ്. 14 മില്യൺ ആയിട്ട് നിന്നെ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും സങ്കടമായിരിക്കും. അതുകൊണ്ട് കാണിക്കുന്നതാണ്. അപ്പൊ എല്ലാരോടും സുഖല്ലേ? സുഖം. 14 മില്യൺ ആയാലും ഒരു താങ്ക്സ് എന്നും പറയണേ. നിന്നെ ഇത് കാണിക്കാനായിട്ട് ഇവരല്ലേ പരാതി പറയാനുണ്ട്. അതുകൊണ്ടല്ലേ കാണിക്കാൻ വന്നിന്. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് ഓക്കെ. നമ്മളിനി ഏതായാലും നേരെ വീട്ടിലേക്കാ പോകുന്നത്. പിന്നെ പറഞ്ഞല്ലോ ഇനിയിപ്പം നേരെ ഒന്ന് രേശുവിൻ്റെ അടുത്തേക്ക് പോകണം. അവിടെ എന്തിൻ്റെ അവസ്ഥ അറിയില്ല. ഡെയിലി ഇങ്ങനെ ഒന്ന് പോവുക കാണുക വരിക. അപ്പുറത്ത് വീട്ടിൽ തന്നെ ഓർമ്മിക്കാണ്ട് ഇതിനിടക്കില്ലേ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ. അവളെയും കൂട്ടിയിട്ട് നേരെ എന്നിട്ട് തിരിച്ചിട്ട് വീടിൻ്റെ ഭാഗത്തേക്കുള്ള റോഡ് കയറ്റി. അപ്പോൾ അവിടെ ഒറ്റ ഇങ്ങനെ തോണ്ടിയിട്ട് ഹലോ എടുത്തേക്കാം എന്നോട് നേരെ ഓർമ്മ വന്നേ. അതിൻ്റെ തൊട്ട് അപ്പുറത്ത് ഇവിടെ ഇറക്കിയിട്ട് വേണം വീട്ടിൽ പോകണ്ടെങ്കിൽ. പണ്ട് പോലെ ഉള്ള ശീലമായതുകൊണ്ട് മറന്നുപോയി അത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ എന്തായാലും ഒന്ന് പോകുന്ന സമയത്ത് അവിടെ കയറിയിട്ടേ പോകും. 14 മില്യൻ്റെ സന്തോഷം ഒന്ന് നേരിട്ട് പറയണം. വീഡിയോ ചിലപ്പോൾ എടുക്കൂ. കാരണം
കുട്ടി എന്തെങ്കിലും ഉറക്കലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇരിക്കൊണ്ട് വീഡിയോ ചിലപ്പോൾ എടുക്കും. എന്നാൽ അവളെയും കണ്ട് നമ്മളെ ഈ സന്തോഷവും 14 മിനിറ്റ് സന്തോഷവും എല്ലാം കൂടി ഒന്ന് ഷെയർ ചെയ്തിട്ട് വരാം അല്ലടാ. പിന്നല്ല രേഷ്മക്കും വരണമെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ഇത് പറഞ്ഞില്ലേ ജോലിൻ്റെ ഇതായതുകൊണ്ട് പിന്നെ ഓക്കും പോയി കറക്റ്റ് ടൈമിന് പോകണ്ട, ഇതേ സമയത്ത് തന്നെ ഓക്ക് പോകേണ്ടത്. അങ്ങനെയായി അതുകൊണ്ട് അല്ലേ ഓളും കൂടി വരുമായിരുന്നു ഇന്ന്. സാറല്ല വീഡിയോ കാണിച്ചു കൊടുക്കാം നമുക്ക് നടക്കട്ടെ. ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോൾ ഫ്രൂട്ട്സ് വാങ്ങി പോകാൻ വേണ്ടിയിട്ട് കടയിൽ നിൽക്കുന്ന അല്ലേ സ്നേഹനിധിയായ ഭർത്താവ്. ആഹാ, നല്ല മഴ. ഫ്രൂട്ട്സ് വാങ്ങാൻ കടയിൽ വന്നപ്പോൾ മഴ പെയ്ത് കുടുങ്ങിയ ലേ ഹസ്ബൻഡ്. ഓള് ഈ വീഡിയോ കാണിച്ചു കൊടുക്കാം. ഞാനിങ്ങനെ മഴയത്തെല്ലാം നിന്നിട്ടാണ് ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നത്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ ഫ്രൂട്ട്സ് വാങ്ങിയത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മളെ ആമീനെയും കൂടി കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ആമിക്ക് തരാൻ വേണ്ടിയിട്ട് തന്നെയാ കേട്ടോ, ഒരു സ്കൂളിൽ നിന്ന്. നേരത്തെ കണ്ട് സ്കൂളില്ലേ അച്ഛൻ കാണിച്ചു തന്നെ, ഇത് തന്നെയാ. കറക്റ്റ് നമ്മൾ എത്തുമ്പോഴത്തേക്ക് കറക്റ്റ് സമയത്ത് എത്തിന് കേട്ടോ. അപ്പോൾ നമ്മളേതായാലും തിരിച്ചു വന്ന് അൻവിയും ആ ചിരിച്ച മുഖവുമായി അൻവിയും വന്ന് രാവിലെ പോകുമ്പോൾ സങ്കടമുഖമായ അൻവി ഇപ്പോൾ ഓക്കെ അല്ലേ? വൈകുന്നേരം ആകുമ്പോഴേക്ക് ചിരി, രാവിലെ ആകുമ്പോഴേക്ക് കരച്ചിൽ. അടുത്ത പനി ഏകദേശം വരാൻ സാധ്യതയുള്ള ഒരാളുണ്ട് സൈഡിലേക്ക് നിന്ന്, തോർത്ത് ചുമലിൽ നയിക്കൂല വന്ന് ചെറുങ്ങിനെയുള്ള ബാക്കി ഫുൾ ആക്ടിങ് ആണ്, വെറുതെ ആണ്. ഇതാ എല്ലാവർക്കും കൊടുത്ത ആള് അല്ല മോനെ. അതിനി വെക്കുന്നില്ല, അത് മോനെ വെക്കട്ടാ നീ, ഞാൻ വെറുതെ പറഞ്ഞാടാ. അപ്പോൾ നമ്മളെ 14 മില്യനോടനുബന്ധിച്ച് ഇന്നത്തെ വീഡിയോ. സായിച്ച ഒന്ന് പാടാ സായിച്ചേ. ഭയങ്കര ആദരം. എന്നോട് പറയാ നീയും കുറെ സ്കൂളിൽ പഠിച്ചിട്ടില്ല, എനിക്കൊന്നും കിട്ടിയില്ല. അമ്പളപ്പന്നെ അല്ല ഇവനോട് എടാ, ഞാൻ പഠിച്ച സ്കൂളിൽ അന്നേ ഞാൻ സമ്മാനങ്ങൾ വാരി കൂട്ടിക്കൊണ്ട് അവർക്ക് ഇപ്പൊ തരാൻ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല. ഇഷ്ടംപോലെ സാധനങ്ങൾ വെച്ചിട്ടില്ല, ഇല്ല. അപ്പോൾ എല്ലാവരോടും നമ്മുടെ ഈ ഫാമിലി അങ്ങനെ 14 മില്യൺ ആക്കി തന്ന, നമ്മൾ വളർന്ന് ഈ ഒരു ലെവലിൽ എത്തിച്ച നിങ്ങളെല്ലാവരും ഇന്ന് തന്നെയാണ് കാരണക്കാർ. ഒരുപാട് താങ്ക്സ് നന്ദി ഇപ്പം നമ്മൾ അറിയിക്കുന്ന കൂട്ടത്തിൽ. വേറെ ഇപ്രാവശ്യം കേക്ക് കട്ടിങ്ങോ പരിപാടിയോ ഒന്നുമില്ല, പറഞ്ഞല്ലോ. കർശനമാക്കി ഇത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എണ്ണം മേടിച്ച് കൊണ്ടു കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ചെയ്താലൊന്നും ഇരുന്നില്ല, എനിക്ക് ഫ്രീ ആയിട്ടാണ്. ഇപ്പോൾ കേക്ക് മേടിക്കാൻ നമ്മൾ ഇരുന്ന് 2ാമത് കൊണ്ടുവരും. അത് നമ്മൾ ഞാൻ പക്ഷേ എടുത്തിട്ട് ബാക്കിലേക്കും കാണിച്ചു തരും കേട്ടോ. പിന്നെ വേറെ രാവിലെ കരഞ്ഞോണ്ട് കാണിച്ച ആളാണ്, വൈകുന്നേരം ആകുമ്പോൾ ചിരിക്കുന്നത് ചിരിക്കണ്ട. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ ഒന്നും പറയണ്ടോ? പറഞ്ഞു അതിന്റെ ചാർജ് തീരാനായി, അതുകൊണ്ട് ഓഫ് ആകുന്നതിന് മുന്നേ പെട്ടെന്ന് പറഞ്ഞു. ചാനൽ ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത നല്ല കിടിലം വീഡിയോ ആയിരിക്കും കേട്ടോ. വെയിറ്റ് ചെയ്തോ. നമ്മളെ വാവേനെല്ലാം ഇതേപോലെ തന്നെ വെറുപ്പിച്ച് പോലല്ലോ. അടുത്ത വാവേനെ കാണിക്കുന്ന ഒരു വീഡിയോ ആവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എന്നാ ബൈ. ഒന്ന് ബായെല്ലാം പറ, പനി വെറുതെ. എല്ലാവരും പറയണം നമുക്ക് സുഖമില്ലാണ്ട് നിങ്ങളിങ്ങനെ വീഡിയോ എടുക്കരുത് എന്നെല്ലാം പറയണം കേട്ടോ എല്ലാവരും. എന്നാൽ ഓക്കെ, ഒരു ബൈ ബൈ.